വെൽക്കം ടു സൺഡേ മിറക്കിൾസ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൻ ട്രെൻഡിങ് ആയി നിൽക്കുന്ന എന്നാൽ പലരും ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. ഹൗ ടു മാനിഫെസ്റ്റ് യുവർ എക്സ് ബാക്ക്. അതെ, നമ്മളെ വിട്ടുപോയ ആ പഴയ പങ്കാളിയെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാം. പക്ഷേ ഒരു മിനിറ്റ്, ഇത് വെറും അന്ധമായ പ്രാർത്ഥനയോ മാജിക്കോ ഒന്നുമല്ല. നമ്മൾ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിന് പിന്നിലെ സയൻസ്, ഹ്യൂമൻ സൈക്കോളജി, പിന്നെ ക്വാണ്ടം ഫിസിക്സ് എന്നിവയെ കൃത്യമായി വിശകലനം ചെയ്യും. എന്നിട്ട് അതിലും വലിയൊരു ചോദ്യം നമ്മൾ ഇന്ന് ചോദിക്കും: ഷുഡ് യു ആക്ച്വലി ഡു ഇറ്റ്? നിങ്ങൾ ശരിക്കും അവരെ തിരിച്ചു വിളിക്കേണ്ടതുണ്ടോ, അതോ ലൈഫിൽ പുതിയൊരു തുടക്കമാണോ നല്ലത്? ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കേട്ടിരുന്നാൽ നിങ്ങളുടെ പ്രണയത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറും എന്ന് ഞാൻ ഉറപ്പുവരുന്നു. സോ ഒരു കപ്പ് കോഫിയൊക്കെ എടുത്ത് ഹെഡ്ഫോൺസ് ഒക്കെ വെച്ച് സെറ്റായിരുന്നുള്ളൂ. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. 1. ഡോപ്പമിൻ ഡീറ്റോക്സ്. ബ്രേക്കപ്പിന് ശേഷം നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ എന്തിനായി എപ്പോഴും അവരെ പറ്റി മാത്രം ആലോചിക്കുന്നത്, വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ഇതിന് പിന്നിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. നമ്മൾ പ്രണയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ വലിയ അളവിൽ ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ എന്നീ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. ബ്രേക്കപ്പ് ആകുന്നതോടെ ഈ സപ്ലൈ പെട്ടെന്ന് നിൽക്കും. ഇത് ഒരു കടുത്ത മയക്കുമരുന്ന് അഡിക്ഷൻ പെട്ടെന്ന് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന വിഡ്രോവൽ സിൻഡ്രോം പോലെയാണ്. സത്യത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തിയേക്കാൾ കൂടുതൽ ബ്രെയിനിന് ആവശ്യമായി വരുന്നത് ആ പഴയ ഡോപ്പമൈൻ ഹിറ്റാ. ഈ ശാസ്ത്രീയ സത്യം ആദ്യം തിരിച്ചറിയുക. 2. നൊസ്റ്റാൾജിയ ഫിൽറ്റർ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ മനസ്സ് വലിയൊരു മായാജാലക്കാരനാണ്. ബ്രേക്കപ്പ് കഴിഞ്ഞാൽ അത് റിലേഷൻഷിപ്പിലെ നല്ല നിമിഷങ്ങൾ, യാത്രകൾ, ചിരികൾ എന്നിവ മാത്രം ഫിൽറ്റർ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും. അവർ നിങ്ങളെ മാനസികമായി വേദനിപ്പിച്ചതോ അവഗണിച്ചതോ ആയ മോശം കാര്യങ്ങളൊന്നും മനസ്സ് തൽക്കാലത്തേക്ക് മറച്ചു വയ്ക്കും. ഇതിനെയാ റോസ് ടിൻറ്റഡ് ഗ്ലാസസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് സ്വയം ചോദിക്കുക, നിങ്ങൾ പ്രണയിക്കുന്നത് ഇപ്പോഴത്തെ ആ യഥാർത്ഥ വ്യക്തിയെയാണോ അതോ നിങ്ങളുടെ മനസ്സിലുള്ള പഴയ നല്ല ഓർമ്മകളെയാണോ എന്ന്. പലരും വിചാരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ എന്നാൽ നമ്മൾ ആകാശത്തേക്ക് നോക്കി എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് വന്ന് വീഴുമെന്ന. എന്നാൽ ഇതിന് പിന്നിൽ ശക്തമായ 2 ശാസ്ത്രീയ തത്വങ്ങളുണ്ട്. 1. RAS, അതായത് റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ ബ്രെയിനിൻ്റെ ബേസിലുള്ള ഒരു കൂട്ടം ന്യൂറോൺസാണ് RAS. ഇതിൻ്റെ ജോലി നമ്മുടെ മുന്നിലുള്ള ദശലക്ഷക്കണക്കിന് വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഫിൽട്ടർ ചെയ്ത് കാണിച്ചു തരിക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു പുതിയ മോഡൽ ബൈക്ക് വാങ്ങാൻ ആഗ്രഹിച്ചാൽ പിന്നീട് റോഡിൽ എവിടെ നോക്കിയാലും ആ ബൈക്ക് മാത്രം നിങ്ങളുടെ കണ്ണിൽപ്പെടും. അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല എന്ന് ചിന്തിച്ചാൽ സങ്കടകരമായ സാഹചര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടൂ. എന്നാൽ നിങ്ങളുടെ ഫോക്കസ് ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ജീവിതം നല്ലതാണ് എന്നതിലേക്ക് മാറ്റുമ്പോൾ ബ്രെയിൻ അതിനനുസരിച്ചുള്ള പോസിറ്റീവ് അവസരങ്ങളും ആളുകളെയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. 2. ക്വാണ്ടം ഫിസിക്സ്. ക്വാണ്ടം ഫിസിക്സ് പ്രകാരം 2 പാർട്ടിക്കിൾസ് തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവ എത്ര പ്രകാശവർഷങ്ങൾ അകലെയാണെങ്കിലും അവ തമ്മിൽ ഒരു ഊർജ്ജബന്ധം നിലനിൽക്കും. മനുഷ്യൻ്റെ മനസ്സിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. നമ്മൾ ഒരാളുമായി ദീർഘകാലം മാനസികമായി അടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ മിറർ ന്യൂറോൺസ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകും. നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയും സങ്കടവും മാറ്റി നിങ്ങൾ പോസിറ്റീവ് ആകുമ്പോൾ ആ എനർജി ഷിഫ്റ്റ് സബ് കോൺഷ്യസ് ആയി അവരിലേക്കും എത്തും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കാം. നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റി അവരെ ആകർഷിക്കാനുള്ള 3 ലളിതമായ പവർഫുൾ ടെക്നിക്സ്. 1. സെൽഫ് കൺസെപ്റ്റ് ഷിഫ്റ്റ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ അതല്ല പ്രപഞ്ചം നിങ്ങൾക്ക് തരിക. നിങ്ങളുള്ളിൽ എന്താണോ അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുക. നിങ്ങൾ അയ്യോ അവൻ അല്ലെങ്കിൽ അവൾ പോയി എനിക്ക് ജീവിക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വൈബ്രേഷൻ ദാരിദ്ര്യം നിറഞ്ഞതാ. പ്രപഞ്ചം കൂടുതൽ സങ്കടങ്ങൾ മാത്രമേ തരൂ. സോ മാറ്റം വരുത്തുക. നിങ്ങളുടെ ലോകത്തിന്റെ കേന്ദ്രം അവരല്ല, നിങ്ങളാണെന്ന് ഉറപ്പിക്കുക. ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി പറയുക, ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യതയുള്ളവനാ, എൻ്റെ മൂല്യം വലുതാ, എന്നെ നഷ്ടപ്പെടുത്തിയവർക്കാ നഷ്ടം. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. 2nd ടെക്നിക്, ഫ്യൂച്ചർ സ്ക്രിപ്റ്റിംഗ്. ഒരു പേനയും ഡയറിയും എടുക്കുക. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിൽ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറി വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ദിവസം ഒരു സ്ക്രീൻ പ്ലേ പോലെ എഴുതുക. ഇത് എഴുതുമ്പോൾ പ്രസന്റ് ടെൻസിലായിരിക്കണം എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞങ്ങളിപ്പോൾ ഒരുമിച്ച് കടൽ തീരത്തിരുന്ന് പഴയ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുക. ആ കാറ്റ് ഞങ്ങളുടെ മുഖത്ത് അടിക്കുന്നുണ്ട്. മനസ്സിന് ഒരു വലിയ സമാധാനം തോന്നുന്നു. ഇത് എഴുതുമ്പോൾ ആ വികാരം നിങ്ങളുടെ ഉള്ളിൽ അനുഭവപ്പെടണം. വെറും വാക്കുകൾ എഴുതിയാൽ പോരാ, ആ സന്തോഷം അനുഭവിക്കുക തന്നെ വേണം. 3ാമത്തെ ടെക്നിക് ദ ടെലിപതിക് വിസ്പർ ടെക്നിക്കാണ്. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ആൽഫ സ്റ്റേറ്റിൽ ഈ ടെക്നിക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും ശാന്തമായിരിക്കുന്ന അവസ്ഥ. കണ്ണുകളടച്ച് നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ മുന്നിൽ ശാന്തമായി ഇരിക്കുന്നതായി സങ്കല്പിക്കുക.
അവരുടെ കണ്ണുകളിലേക്ക് നോക്കി മനസ്സുകൊണ്ട് പറയുക, ഞാൻ നിന്നോട് പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുന്നു. നമ്മുടെ ഉള്ളിലെ എല്ലാ ദേഷ്യവും ഞാൻ മാറ്റുന്നു. നമ്മളിപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നു. ഇതിനുശേഷം മറ്റു ചിന്തകളിലേക്കൊന്നും പോകാതെ സമാധാനമായി ഉറങ്ങുക. നിങ്ങൾ മുകളിൽ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ ചെയ്യുകയും അതേസമയം തന്നെ ദിവസം 10 തവണ അവർക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്താൽ ഫലം 0 ആയിരിക്കും. കാരണം നിങ്ങളുടെ ആ ഡെസ്പിറേഷൻ അവരെ കൂടുതൽ അകറ്റുകയുള്ളൂ. ഇവിടെയാ നോ കോണ്ടാക്ട് റൂൾ വരുന്നത്. കുറഞ്ഞത് 21 മുതൽ 30 ദിവസങ്ങൾ അവർക്ക് ഒരു മെസ്സേജോ കോളോ അയക്കരുത്. അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഒന്നും നോക്കരുത്. മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരാളുടെ അഭാവം ഉണ്ടാകുമ്പോൾ മാത്രമേ അവരുടെ വില മനസ്സിലാകൂ. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിശബ്ദത അവരുടെ ആകാംക്ഷയും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഉണ്ടാക്കും. നമ്മുടെ ലിസണേഴ്സ് എപ്പോഴും ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളുണ്ട്. ആ സംശയങ്ങൾക്കുള്ള മറുപടി പറഞ്ഞുതരാം. അവർക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിക്കഴിഞ്ഞു, ഇനി മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും പറ്റും. പുറമേയുള്ള സാഹചര്യങ്ങളൊന്നും മാനിഫെസ്റ്റേഷന് ഒരു തടസ്സമേ അല്ല. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ ആ മൂന്നാമത്തെ വ്യക്തിയിലേക്ക് പോകരുത്. നിങ്ങളുടെ ഊർജം നിങ്ങളുടെ മേൽ മാത്രം കേന്ദ്രീകരിക്കുക. ഇനി അടുത്ത ചോദ്യം, ഇതിന് എത്ര നാൾ സമയമെടുക്കും? ഇതിന് കൃത്യമായ സമയമൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിലെ വിഷമവും ആഗ്രഹവും എത്രത്തോളം വേഗത്തിൽ മാറി നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നുവോ അത്രയും വേഗത്തിൽ മാറ്റങ്ങൾ വരും. സോ മൈ ഡിയർ ഫ്രണ്ട്, നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതാ. മാനിഫെസ്റ്റേഷൻ എന്നാൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തലോ അവരെ നിർബന്ധിച്ചു മാറ്റലോ അല്ല. ഇത് നിങ്ങളുടെ സ്വന്തം ഊർജത്തെയും മൂല്യത്തെയും ഉയർത്തല. എൻ്റെ ഒരു വ്യക്തിപരമായ ഉപദേശം ചോദിച്ചാൽ ആദ്യം നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ മനോഹരമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ജീവിതത്തിൽ വിജയിക്കുമ്പോൾ, നിങ്ങളെ വിട്ടുപോയ ആൾക്ക് തനിയെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തോന്നും. എന്നാൽ അതിനും വലിയൊരു മാജിക് എന്താണെന്നോ, നിങ്ങൾ ആ ഒരു ലെവലിൽ എത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ പഴയ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ ആവശ്യമില്ലെന്നും വരും. അതാ യഥാർത്ഥ വിജയം. ഈ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങൾ മനഃശാസ്ത്രപരമായ തത്വങ്ങൾ, ക്വാണ്ടം ഫിസിക്സ് ആശയങ്ങൾ, മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ എന്നിവ പൂർണ്ണമായും വിദ്യാഭ്യാസപരവും വിനോദപരവുമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇത് പ്രൊഫഷണൽ കൗൺസിലിങ്ങിനോ മാനസികാരോഗ്യ വിദഗ്ധരുടെ ചികിത്സയ്ക്കോ പകരമല്ല. റിലേഷൻഷിപ്പുകൾ തിരികെ ലഭിക്കുന്നത് വ്യക്തികളുടെ താല്പര്യങ്ങളെയും സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. കടുത്ത മാനസിക വിഷമങ്ങളോ വിഷാദമോ അനുഭവിക്കുന്നവർ ദയവായി ഒരു അംഗീകൃത കൗൺസിലറുടെയോ ഡോക്ടറുടെയോ സഹായം തേടേണ്ടതാണ്. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.